ഓം ശിവഗിരിശിഖരാഗ്രേ ദിവ്യപത്മാസനസ്ഥം വരദമഭയഹസ്തം പാപവിധ്വംസപാദം സുജനനികരസേവ്യം ചാരുകാരുണ്യനേത്രം കലികലുഷവിനാശം നൗമി നാരായണാഖ്യം. ഓം ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരി ശാരദേ ചതുരാസ്യാക്ഷി ശരശ്ചന്ദ്രമരീചികേ. പരബ്രഹ്മസ്വരൂപനായ സ്വാമി തൃപ്പാദങ്ങളുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. അറിവിന്റെ ദേവത ശ്രീ ശാരദാംബയുടെ പാതാരവിന്ദങ്ങളിൽ ശതകോടി പ്രണാമം. മഹാഗുരുവിനെ അറിയാനും അറിയിക്കാനും വളരെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ ഗുരുവും ശ്രീ ശാരദയും എന്ന ഈ സ്നേഹ കൂട്ടായ്മയുടെ ബഹുമാന്യനായ ആചാര്യൻ ശ്രീ മനോജ് ശാസ്ത്രി സർ, ഏറെ പ്രിയപ്പെട്ട ഗുരുനാഥ ശ്രീമതി സുലേഖ ഷാജിമ, ഈ കുടുംബത്തിന്റെ നെടും തൂണായ പ്രിയ കോർഡിനേറ്റർ അനിൽജി, അഡ്മിൻ പാനലിലെ പ്രിയപ്പെട്ട അംഗങ്ങളെ, പ്രാർത്ഥനകളാൽ ഈ ഗ്രൂപ്പിനെ ധന്യമാക്കുന്ന ജിജ്ഞാസുക്കളായ ആത്മമിത്രങ്ങളെ, അറിവിന്റെ വഴിയിലൂടെ പിച്ചുവെച്ച് മുന്നോട്ട് നടന്നു വരുന്ന ബാലതാരങ്ങളെ, ഗുരുസ്ഥാനീയരെ, ഏവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഏറെ ധന്യമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇന്നേ ദിവസം നമ്മുടെ കുടുംബത്തിൽ മേടമാസത്തിലെ തിരുച്ചതയം മുതൽ സമാരംഭിച്ച ശിവകുടുംബകം സീസൺ 2 100ാം ദിന പൂജാ സമർപ്പണമാണ്. മഹാഗുരുവിന്റെ നിയോഗത്താൽ ഈ 100ാം ദിനത്തിലെ ഈ സമർപ്പണം നിർവഹിക്കുവാനുള്ള ധന്യമായ ദൗത്യം എന്നിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം വയനാട്ടില് മഹാദുരന്തമുണ്ടായി. ഏറെ വേദന നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ആ ദുരന്തമുണ്ടാക്കി. അതേപ്പറ്റി ഒരു നിമിഷം ചിന്തിക്കുകയാണ്. ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ അവിടെയുള്ള എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ആ സാഹചര്യമെല്ലാം അതിജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കരൾ നൊന്തു കരയുമ്പോൾ അരികത്തണയുവാൻ ഗുരുവല്ലാതാരുണ്ട് വേറെ, ഞങ്ങൾക്ക് ഗുരുവല്ലാതാരുണ്ട് വേറെ. നിഴൽ പോലെ ഞങ്ങളുടെ കൂടെ നടക്കുവാൻ ഗുരുവല്ലാതാരുണ്ട് വേറെ, ഞങ്ങൾക്ക് ഗുരുവല്ലാതാരുണ്ട് വേറെ. ഏത് നിമിഷവും ശക്തമായ കാറ്റും തിരയും ആഞ്ഞടിക്കാവുന്ന ഈ ജീവിത സാഗരത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മഹാഗുരു തന്നെ നാവികനായി എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവട്ടെ. ആ ഗുരുവിൻ്റെ നാമം എപ്പോഴും നമുക്ക് തുണയായിരിക്കട്ടെ. ഒരു ഭക്തൻ ഭഗവാനോട് ആശയവിനിമയം നടത്തുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. പ്രാർത്ഥനയ്ക്ക് പലവിധ മാർഗങ്ങളുണ്ട്. എന്നാൽ ഭക്തർക്ക് ഏറ്റവും അധികം ആനന്ദം പകരുന്ന പ്രാർത്ഥനാ മാർഗമാണ് പദ്യരൂപേണയുള്ള സ്തുതികൾ ആലപിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന. ഏറ്റവും താഴേക്കിടയിൽ അറിവിന്റെ വെളിച്ചം എത്തിച്ചേരാതെ ഇരുട്ടിൽ ആണ്ടുകടന്ന ഒരു ജനതയ്ക്കിടയിലേക്കാണ് വെളിച്ചമായി മഹാഗുരു എത്തിയത്. പലവിധ മാർഗങ്ങളിലൂടെ അറിവാകുന്ന വെളിച്ചം ഗുരു ആ ജനതയുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു. ഇന്നും ആ വെളിച്ചമാണ് നമ്മെ നയിക്കുന്നത്. ഭക്തർക്ക് അവരുടെ ഇഷ്ടദേവതയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഗുരു സ്തോത്രകൃതികൾ രചിച്ചത്. ഗുരുവിന്റെ സ്തോത്രകൃതികളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ശിവഭഗവാനെ പറ്റിയും ഗണപതിയെ പറ്റിയും
സുബ്രഹ്മണ്യ സ്വാമിയെ പറ്റിയും ദേവിയെ പറ്റിയുമൊക്കെ ഉള്ള കൃതികൾ നമുക്ക് ഒരുമിച്ച് പറഞ്ഞാൽ ശിവകുടുംബകമാണ് ഗുരുവിൻ്റെ സ്തോത്രകൃതികളിൽ അങ്ങനെ എടുത്തു പറയേണ്ടത്. വിനായകനെ പറ്റി ഗുരു ഒരു കൃതിയെ എഴുതിയിട്ടുള്ളൂ. എന്നാൽ ശിവനെ പറ്റിയും സുബ്രഹ്മണ്യ സ്വാമിയെ പറ്റിയുമാണ് ഏറ്റവും കൂടുതൽ കൃതികൾ ഗുരു രചിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 99 ദിവസങ്ങളിലായി ഗുരുവിൻ്റെ തൃക്കരങ്ങളാൽ വിരചിതമായ വിനായകാഷ്ടകം തുടങ്ങി സുബ്രഹ്മണ്യ കീർത്തനം, ബാഹുളയാഷ്ടകം, ഗുഹാഷ്ടകം, ജനനി നവരത്ന മഞ്ജരി, ദേവീസ്തവം, ശ്രീ ഭദ്രകാളി അഷ്ടകം, ശിവപ്രസാദ പഞ്ചകം, സദാശിവ ദർശനം, ചിദംബരാഷ്ടകം എന്നീ കൃതികളിലൂടെ കോളതീരശസ്തവത്തില് സമാപിക്കുകയാണ് ശിവകുടുംബകം സീസൺ 2. നമദേവവൃന്ദം എന്ന് തുടങ്ങുന്ന വിനായകാഷ്ടകത്തില് സമസ്ത ദേവതമാരും സ്തുതിക്കുന്ന വിനായകൻ ആരാണ്, ആ വിനായകന്റെ മഹത്വം എന്താണെന്ന് ഗുരു നമുക്ക് പറഞ്ഞു തന്നു. സുബ്രഹ്മണ്യ കീർത്തനത്തിലേക്ക് വരുമ്പോൾ ഒരു ഭക്തൻ തൻ്റെ ഭഗവാനോട് എല്ലാ രീതിയിലും പരാതി പറഞ്ഞും പരിഭവം പറഞ്ഞും ഒക്കെ സങ്കടങ്ങൾ അറിയിക്കുകയാണ്. ആ ഭഗവാനെ തൻ്റെ അടുത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ കണ്ടത്. ബീജമന്ത്രാക്ഷങ്ങളാൽ വിരചിതമായ ബാഹുളയാഷ്ടകത്തിന് ചിത്തഭ്രമങ്ങളെയൊക്കെ മാറ്റാനുള്ള കഴിവുണ്ട്. അത് മഹാ ഔഷധമാണ്, മഹാമന്ത്രമാണ്. സുബ്രഹ്മണ്യ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തുവാൻ ശക്തിയുള്ള ഗുരുവിന്റെ കൃതിയാണ് ബാഹുളയാഷ്ടകം. മോഹനെ സ്തുതിച്ചുകൊണ്ടുള്ള 8 മനോഹരങ്ങളായ പദ്യങ്ങൾ ഉൾപ്പെട്ട കൃതിയാണ് ഗുഹാഷ്ടകം. അറിവിന്റെ ദേവതയായ ശാരദാംബയുടെ തിരുസ്വരൂപത്തെ നമുക്ക് പറഞ്ഞു തന്ന കൃതിയാണ് ജനനി നവരത്ന മഞ്ജരി. ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള ദേവീസ്തവം വളരെ ലളിതമായ ഒരു കൃതിയാണ്. എന്നാൽ ശ്രീ ഭദ്രകാളിയഷ്ടകം എന്ന കൃതിക്ക് അതിന്റെ ഫലസിദ്ധി തന്നെ ഗുരു പറഞ്ഞു തരുന്നുണ്ട്. എല്ലാ രോഗങ്ങളെയും അകറ്റുന്ന, അതിന് ശക്തിയുള്ള, ശ്രേയസ് പകർന്നു തരുന്ന, സമ്പത്തും സന്തതികളെയും ഒക്കെ നമുക്ക് തരുന്ന ഭദ്രകാളിയെ അപാദചൂടം വർണ്ണിക്കുന്ന കൃതിയാണ് ശ്രീ ഭദ്രകാളി അഷ്ടകം. ചെറുതെങ്കിലും ഭക്തിഭാവം നിറഞ്ഞു തിങ്ങുന്ന 5 ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു ഉത്തമ ശിവസ്തുതിയാണ് ശിവപ്രസാദ പഞ്ചകം. നമ്മുടെ കൊച്ചുകുട്ടികൾക്കൊക്കെ ശിവപ്രസാദ പഞ്ചകം എന്ന കൃതി അറിയാം. താഴേക്ക് പന്നിയായി മഹാവിഷ്ണുവും മുകളിലേക്ക് അരയന്നമായി ബ്രഹ്മാവും പോയിട്ടും നിന്നെ, നിന്റെ തിരുസ്വരൂപത്തെ കാണാൻ കഴിഞ്ഞില്ല. അല്ലയോ നമഃശിവായ നായക എന്ന് പരമേശ്വരനെ സ്തുതിച്ചുകൊണ്ട് ഗുരു രചിച്ച 10 ശ്ലോകങ്ങൾ അടങ്ങുന്ന കൃതിയാണ് സദാശിവ ദർശനം. ശങ്കരാചാര്യരുടെ ലിംഗാഷ്ടകത്തിന് സമാനമായ കൃതിയാണ് ചിദംബരാഷ്ടകം. ഈ ഓരോ കൃതികളിലൂടെയും ഓരോ ശ്ലോകത്തെയും നമ്മുടെ കുടുംബത്തിലെ ഓരോ ഭക്തരും മനനം ചെയ്ത് ഇവിടെ സമർപ്പിച്ചു. ഇന്ന് 100-ാം ദിവസത്തിലെത്തുമ്പോൾ മഹാഗുരുവിന്റെ കോളതീരശസ്തവം എന്ന കൃതിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എത്ര മഹനീയമായ ഒരു യാത്രയാണ് ഗുരുവിന്റെ കൃതികളിലൂടെ കടന്നു വരുന്നത്. ഇങ്ങനൊരു ഭാഗ്യം ഈ ഒരു കൃതികളിലെ വരികളിലൂടെയൊക്കെ കടന്നു വരാനും ഓരോ ശ്ലോകത്തെ പഠിക്കാനും അതേപ്പറ്റി സംസാരിക്കാനും മനനം ചെയ്യാനും ഒക്കെ ഭാഗ്യം ലഭിച്ചതാണ്. മഹാഗുരു നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹമാണ്. ആ ഒരു അനുഗ്രഹം നമ്മളിലേക്ക് എത്തിച്ചേരാനായിട്ട് വലിയൊരു നിയോഗമാണ് ഈ ഒരു ശ്രീഗുരുവും ശ്രീശാരദയും എന്ന കൂട്ടായ്മ തന്നിട്ടുള്ളത്. ആ നിയോഗത്തിന്റെ ഭാഗമായി ഇന്ന് കോളതീരശസ്തവം എന്ന കൃതിയുടെ 10-ാം ശ്ലോകം മനനം ചെയ്തുകൊണ്ട് ഈ ശിവകുടുംബകം സീസൺ 2 ഇവിടെ സമർപ്പിക്കുകയാണ് ഞാൻ. കോളത്തുകര നിവാസികൾ എത്ര ഭാഗ്യവാന്മാർ. അവർക്ക് വേണ്ടി കോളതീരശസ്തവം എന്ന കൃതി രചിച്ച് ഒരു ഏകദൈവ സങ്കല്പത്തെ ആ കൃതിയിലൂടെ ഗുരു പറഞ്ഞു കൊടുക്കുകയാണ്. സർവാശ്രയം എങ്ങും നിറഞ്ഞു തുളുമ്പുന്ന ആ ഈശ്വരന്റെ ഒരു രൂപമാണ് അവിടെ ഭജനത്തിന് വേണ്ടിയിട്ട് മഹാഗുരു പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ആ ഈശ്വരനോട് എന്ത് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, ഒരു സാധാരണ ഭക്തൻ എന്തൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ വളരെ ലളിതമായിട്ടാണ് ഈ കൃതിയിലൂടെ ഗുരു പറഞ്ഞു വെച്ചത്. കാലാശ്രയമായിട്ടുള്ളവർക്ക് അനുകൂലനും എന്നാൽ ആ ഫാലാക്ഷൻ അധർമ്മിഷ്ഠരിൽ പ്രതികൂലനുമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ കൃതി ആരംഭിച്ചത്. ആ ഭഗവാൻ ആരെന്ന് പറഞ്ഞു തന്നിട്ട് ആ ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ട ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറയുമ്പോൾ ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ ശ്ലോകവും അവസാനിപ്പിക്കുന്നത്.
രോഗാദികൾ ഒഴിവാക്കാനും ദാരിദ്ര്യ ദുഃഖം ഇല്ലാതാക്കാനും ചപലിവശാൽ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയാൽ അതൊക്കെ പൊറുക്കാനും ഒക്കെ പറഞ്ഞ് ആ ശ്ലോകം അവസാനിപ്പിക്കുമ്പോൾ, ആ കൃതി അവസാനിപ്പിക്കുമ്പോൾ ഗുരുവിന്റെ വാക്കുകൾ, ഗുരുവിന്റെ വരികൾ ഇങ്ങനെയാണ്: മാലുണ്ട തുരപ്പാൻ കഴിവില്ല ശിശുവിൻ്റെ പോലിങ്ങു നിരർത്ത ധ്വനിയാണെന്റെ പുലമ്പൽ. ആലംബനമാമെങ്കിലും അംബാസമമിന്നെൻ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ. മാലുണ്ട് അതുരപ്പാൻ കഴിവില്ല ശിശുവിന്റെ പോലെ ഇങ്ങു നിരർത്ത ധ്വനിയാണ് എന്റെ പുലമ്പൽ. ആലംബനമാമെങ്കിലും അംബാസമം ഇന്നെൻ കോലത്തുകരക്കോവിലിൽ വാഴും പരമേശൻ. ആ വരികളൊന്ന് പിരിച്ചു പിരിച്ചു പറഞ്ഞാൽ പോലും ഏതൊരു സാധാരണക്കാരനും അർത്ഥം വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്ന അത്ര ലളിതമായിട്ടാണ് ഈ കൃതി ഗുരു എഴുതിയിട്ടുള്ളത്. മാലുണ്ട്, എനിക്ക് ദുഃഖമുണ്ട്, അതുരപ്പാൻ കഴിവില്ല. ആ ദുഃഖം അതെന്താണെന്ന് പറഞ്ഞു കേൾപ്പിക്കാൻ എനിക്ക് കഴിവില്ല. അങ്ങനെ കഴിവില്ലാത്ത ഒരു ശിശുവിന്റെ പോലെ നിരർത്ഥമായ അർത്ഥമില്ലാത്ത ധ്വനി പോലെയാണ് എൻ്റെ പുലമ്പൽ. അവിടെ ഒരു ശിശുവായിട്ടാണ് ഗുരു നമ്മെ ഉപമിക്കുന്നത്. കൊച്ചുകുട്ടികൾക്ക് അവരുടെ സങ്കടങ്ങൾ ഏതൊക്കെയാണ് എന്ന് എടുത്തെടുത്ത് അമ്മയോട് പറയാനായിട്ട് സാധിക്കുകയില്ല, കുഞ്ഞു കുട്ടികൾക്ക്. എന്നാൽ അവര് വെറുതെ കരയും. നിരർത്ഥധ്വനിയാണ് അവരുടെ കരച്ചിൽ, അവരുടെ പുലമ്പൽ. എന്നാൽ അമ്മയ്ക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഓരോ തവണയും ശിശു കരയുമ്പോൾ, ആ കുഞ്ഞ് കരയുമ്പോൾ എന്തിനായിരിക്കാം കരയുന്നതെന്ന്. അതുപോലെ തന്നെയാണ് നമ്മളും. അമ്മയുടെ മുമ്പിൽ ഒരറിവും കഴിവുമില്ലാത്ത കുട്ടിയുടെ കരച്ചിൽ പോലെയാണ് ഭഗവാന്റെ മുമ്പിലുള്ള ഭക്തന്റെ നിവേദനം. എങ്കിലും അംബാസമം, അമ്മയെപ്പോലെ എനിക്ക് ആലംബനമാം, എനിക്ക് ആശ്രയമായി വിളങ്ങണം എന്ന് പറയുകയാണ്. നിരർത്ഥധ്വനി ആണെങ്കിലും ഈ ഭക്തന്റെ അടുത്ത് കൊച്ചു കുഞ്ഞിനോട് അമ്മ കാണിക്കുന്ന ആ കാരുണ്യം കാണിക്കണമേ എന്നാണ് അവിടെ പറയുന്നത്. ഇവിടെ അംബാസമം എന്ന് പറയുമ്പോൾ അമ്പയായ പാർവതിയോട് കൂടി എന്നും അർത്ഥം ഉണ്ട്. അങ്ങനെയും പറയാം, അമ്മയെപ്പോലെ എന്നും പറയാം. മക്കളുടെ നന്മ എന്ത് തിന്മ എന്ത് എന്ന് അമ്മയ്ക്കറിയാം. അവന്റെ സങ്കടം എന്താണെന്ന് വാക്കുകളിലൂടെ പറഞ്ഞില്ലെങ്കിലും അമ്മയ്ക്ക് മനസ്സിലാകും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഒരു ഭക്തന്റെ നന്മ എന്ത് തിന്മ എന്ത് എന്ന് ഭഗവാന് വ്യക്തമായി അറിയാം. ഒരു ഭക്തൻ സർവാത്മന ഭഗവാനെ ശരണം പ്രാപിക്കുകയേ വേണ്ടൂ. വേണ്ടതൊക്കെ ഭഗവാൻ നോക്കിക്കോളും. പിന്നെ എന്തിനാണ് ഭക്തൻ ഭഗവാന്റെ മുൻപിൽ നിവേദനങ്ങൾ നടത്തുന്നത്? ഭക്തന്റെ അറിവില്ലായ്മ തന്നെയാണ് ഇതിന് കാരണം. ഒരു കൊച്ചുകുട്ടി അമ്മയുടെ മുമ്പിൽ കരയുന്നത് എന്തിനാണ്? വാത്സല്യനിധിയായ അമ്മയ്ക്ക് കുട്ടിയുടെ നന്മതിന്മകൾ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ? അല്ല, കുട്ടിയുടെ അറിവില്ലായ്മ കൊണ്ടാണ് കുട്ടി കരയുന്നത്. ആ കരച്ചിലൊന്നും കണക്കാക്കാതെ അമ്മ കുട്ടിക്ക് വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിക്കുന്നു. അതുപോലെ അറിവില്ലാത്ത ഭക്തന്റെ നിവേദനങ്ങളൊന്നും കൂട്ടാക്കാതെ സദാ ഭക്ത ജീവിതത്തിന് ആശ്രയമായി നിന്ന് അനുഗ്രഹിക്കണമെന്നാണ് ഇവിടെ പ്രാർത്ഥന. എത്ര ആശ്വാസമാണ് ആ വരികൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഭഗവാന്റെ മുമ്പിൽ പോയി വെറുതെ നിൽക്കുകയേ വേണ്ടൂ, ഭഗവാനെ ശരണം പ്രാപിക്കുകയേ വേണ്ടൂ. എന്ത് വേണം എന്ത് വേണ്ട എന്നൊക്കെ ഭഗവാൻ അറിയാം. ആ ഭഗവാനെ ശരണം പ്രാപിച്ചു നിൽക്കുന്ന ഒരു ഭക്തന് ഒരു അമ്മ കുഞ്ഞിനെ എങ്ങനെ നോക്കുന്നുവോ അതുപോലെ ആ ഭക്തന് വേണ്ടതൊക്കെ തന്ന് ആ ഭഗവാൻ നമ്മെ അനുഗ്രഹിച്ചു കൊള്ളും എന്ന ആ ഒരു ഉറപ്പ് ഈ വരികളിലൂടെ ഗുരു നമ്മളിലേക്ക് പകർന്നു തരുന്നുണ്ട്. ഋഷീശ്വരനാണ് മഹാഗുരു. ഗുരുവിന്റെ വാക്കുകൾ ശില പോലെ ഉറച്ചതാണ്, സത്യമാണ്. ആ വാക്കുകൾ നമുക്ക് ഹൃദയത്തിലേറ്റാം. ആ ഭഗവാനെ ശരണം പ്രാപിക്കുക മാത്രം മതി നമ്മൾക്ക്. ഭഗവാന്റെ ഒരു നോട്ടം കിട്ടിയാൽ മതി നമുക്ക്. പിന്നെ എല്ലാം ഭഗവാൻ നോക്കിക്കൊള്ളും. ഭഗവാന്റെ അടുത്തേക്ക് ഒന്ന് അടുക്കാൻ ശ്രമിച്ചാൽ മതി. ഒരു കാന്തം എങ്ങനെ ഇരുമ്പിനെ ആകർഷിച്ച് അടുത്ത് നിർത്തുന്നു അതുപോലെ നമ്മെ ചേർത്ത് പിടിച്ച് ആ ഭഗവാൻ അങ്ങനെ നിർത്തിക്കൊള്ളും. വേണ്ടതൊക്കെ തന്ന് നമ്മെ അനുഗ്രഹിച്ചു കൊള്ളും. ഈ കൃതിയിൽ ഗുരു പറയുന്ന ഒരു വരിയുണ്ട്, സുജനാനാം ചാരത്ത് വസിപ്പാൻ ഭാഗ്യം വേണമെന്ന്. അതെ, സജ്ജനങ്ങളുടെ ചാരത്ത് വസിക്കാനുള്ള ഭാഗ്യം എല്ലാവർക്കും ഉണ്ടാവുകയില്ല. അത് കിട്ടുന്നവരെ ഭാഗ്യവാന്മാർ തന്നെയാണ്. ഈ ശിവകുടുംബകം സീസൺ 2 ഇവിടെ സമർപ്പിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നതും അതേ കാര്യമാണ്. ഇതൊരു സജ്ജന കൂട്ടായ്മയാണ്. ഭഗവാനോട് ഇഷ്ടമുള്ള, ഭഗവാനെ
ഭഗവാനോട് ഭക്തിയുള്ള, ഭഗവാനെ അറിയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് ആളുകളാണ് ഈ കുടുംബത്തിലുള്ളത്. ഭഗവാനോട് ചേർന്ന് നിൽക്കാൻ നമ്മുടെ ഈ കുടുംബത്തിലുള്ള എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള എല്ലാവരും ഭഗവാനെ അത്രയും അധികം ആരാധിക്കുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും ഹൃദയത്തില് പ്രതിഷ്ഠയാണ് മഹാഗുരു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉറപ്പിച്ച് പറയാം, നമ്മളെല്ലാം ഏത് ഗുരുവിനോടാണ് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ സങ്കടങ്ങളൊക്കെ അവിടെ സമർപ്പിക്കുന്നത്. ആ മഹാഗുരു ഒരു അമ്മയെ പോലെ, അമ്മ കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നമ്മളെ നോക്കിക്കൊള്ളും. അതാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കാനുള്ള നമ്മുടെ ഒരു പ്രതീക്ഷ, മുന്നോട്ട് പോകുവാനുള്ള നമ്മുടെ ഒരു അത്താണി എന്ന് പറയുന്നത്. അത് തന്നെയാണ്, ആ ഭഗവാൻ കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസമാണ്. ആ വിശ്വാസം എല്ലാവരുടെയും ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. ആ ഭഗവാൻ നമുക്ക് കാണിച്ചു തരുന്ന ആ വെളിച്ചത്തിലൂടെ നമുക്ക് ഇനിയും ഈ ജീവിതസാഗരത്തിലൂടെ അങ്ങനെ മുന്നോട്ട് പോകാം. ആ മഹാഗുരുവിന്റെ മഹാനാമം നമുക്ക് എപ്പോഴും ആശ്രയമായിരിക്കട്ടെ. മഹാഗുരുവിന്റെ കരങ്ങള് നമ്മെ എപ്പോഴും മുറുകെ പിടിക്കട്ടെ. അതിന് എല്ലാവർക്കും ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ശിവകുടുംബകം സീസൺ 2 എന്ന ഈ മഹനീയ ദൗത്യം, ഇത്രയും മഹനീയമായ ഈ ഒരു ഉദ്യമം ഇങ്ങനെ ഈ കുടുംബത്തില് നടത്തിയതില്, അതിന്റെ പിന്നിലുള്ള ആ ഒരു ചിന്ത എവിടുന്ന് വന്നു, അവിടെ മുതൽ ഇതിനെ ഇങ്ങനെ ഭംഗിയായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്ത് സമാപ്തിയിലോട്ട് എത്തിക്കുമ്പോൾ ഇതിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി കൂടെ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും പേരിൽ, ശ്രീഗുരുവും ശ്രീ ശാരദയും എന്ന ഈ കുടുംബത്തിന്റെ പേരിൽ, ഈ കുടുംബത്തിലെ ഒരു എളിയ അംഗം എന്ന നിലയിൽ ഏറെ സന്തോഷത്തോടെ, ഏറെ ഭക്തിയോടെ ശിവകുടുംബവും സീസൺ 2 ഈ ഒരു ധന്യമായ നിമിഷത്തിൽ ഞാൻ ആ മഹാഗുരുവിന്റെയും ശാരദാംബയുടെയും പാതാരവിന്ദത്തില് ഈ മഹാപൂജ സമർപ്പിക്കുന്നു. ഇതിന് നേരിട്ടോ അല്ലാതെയോ പങ്കാളികളായ എല്ലാവർക്കും ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഒപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മഹാഗുരുവിന്റെ അനുഗ്രഹം ആശ്വാസം പകരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തട്ടെ. ഗുരുവിന്റെയും ശാരദാംബയുടെയും പാതാരവിന്ദത്തിൽ സമർപ്പിക്കട്ടെ. ഓം നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമനിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീനാരായണായേതി സമർപ്പയാമി. സർവം ശ്രീനാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ഓം തത്സത് ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു. ഓം